അങ്ങനെ ചോട്ടാ മുംബൈ സിനിമയുടെ പുതിയ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. 4K ഡോൾബി അറ്റ്മോസിലൂടെ ചോട്ടാ മുംബൈ സിനിമ ഈ വരുന്ന ജൂൺ 6-നാണ് റിലീസ് ചെയ്യുന്നത്. തുടരും സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ജിയോ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന മെയ് 30-ാം തീയതി മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലാണ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. എന്തായാലും സിനിമ OTTയിലും കാണാനായിട്ട് കാത്തിരിക്കാം. 31 ദിവസത്തെ തുടരും സിനിമയുടെ കേരള കളക്ഷൻ 117 കോടിയാണ്. 31ാമത്തെ ദിവസം കേരളത്തിൽ നിന്നും 1,10,00,000 സിനിമയ്ക്ക് എസ്റ്റിമേറ്റഡ് ഗ്രോസ് കളക്ഷൻ കിട്ടിയത്. കേരളത്തിൽ സിനിമയുടെ തിയേറ്ററിക്കൽ ഷെയർ കളക്ഷൻ 50 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും 50 കോടിയോളം രൂപ തിയേറ്ററിക്കൽ ഷെയർ കളക്ഷൻ നേടുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി 50 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രം ലാലേട്ടൻ്റെ പുലിമുരുകനാണ്. അതുപോലെ 50 കോടിയോളം രൂപ നെറ്റ് കളക്ഷൻ നേടിയതും പുലിമുരുകൻ എന്ന സിനിമയാണ്. കേരളത്തിൽ 50 കോടിയോളം രൂപ തിയേറ്ററിക്കൽ ഷെയർ കളക്ഷൻ നേടിയ ചിത്രവും ഇപ്പോൾ ലാലേട്ടൻ്റെ പേരിലായി. 31 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും തുടരും സിനിമ 230 കോടി 60 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.